നമ്മള് മരണത്തിലേക്ക് കൊക്കയിലേക്ക് ഡൈവ് ചെയ്യുന്ന പോലെയാണ്. നമുക്ക് അറിയത്തില്ല നമ്മൾ ഇത് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യോ ഇല്ലയെന്നൊന്നും ഒരു ഉറപ്പില്ല. അത് എന്ത് സംഭവിക്കാം. ആളുകൾ മരിച്ചു വീണ ഒരു ശ്മശാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലം. എന്റെ ക്യാരക്ടർ ശരിക്കും ഈ കൊക്കയിലേക്ക് വീണ് മരിക്കുന്ന ഒരു ക്യാരക്ടർ. മരത്തിലാണ് ഹാങ് ചെയ്യുന്നത്. ഈ മരമൊക്കെ ബലം ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. മരം പൊട്ടിയാൽ തീർന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയും അതിലെ ഒരു റിയൽ ക്യാരക്ടേഴ്സൊക്കെ അവരുടെ സർവൈവൽ സ്റ്റോറി പറഞ്ഞപ്പോൾ മുതൽ കൊടൈക്കനാലിലുള്ള ഗുണ കേവിലേക്ക് സഞ്ചാരികളുടെ അതുവരെയില്ലാത്ത അത്രയും ഒരു ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗുണ കേവിൽ അതിൻ്റെ ഭീകരതയും അതിൻ്റെ വശ്യതയൊക്കെ അത്രയധികം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 24ൻ്റെ ഒപ്പം ഉള്ളത് 2010 എം പത്മകുമാർ സംവിധാനം ചെയ്ത ശിക്കാർ എന്ന സിനിമയിലെ പ്രതിനായക വേഷം ചെയ്ത ജെയിൻ സിറേഖ് ബാബു ആണ്. നമസ്കാരം ജെയിൻ. നമസ്കാരം. ജെയിൻ, അന്ന് ഈ സിനിമ ചെയ്തപ്പോൾ ഇപ്പോൾ മോഹൻലാലും അതുപോലെ അനന്യയും ജെയിൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഡൂപ്പില്ലാതെ ആയിരുന്നു ഗുണ കേവിലുള്ള ആ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന കുറേ ഫൈറ്റ് സീൻ ചിത്രീകരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്തുള്ള ഒരു അത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയൊക്കെ അന്നത്തെ കാലത്ത് അത്ര വ്യാപകമല്ലായിരുന്നു. അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ട് ജയൻ ഒന്ന് പങ്കുവയ്ക്കാമോ? അതൊരു വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇല്ലാത്ത വേറൊരു ഡയമെൻഷനിൽ എത്തിപ്പെട്ട പോലെ ഒരു അവസ്ഥയായിരുന്നു നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴുണ്ടായിരുന്നു. ഒന്നാമത് ആ ഒരു ലൊക്കാലിറ്റി എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ്ലി വളരെ വൈൽഡ് ആണ്, വളരെ സ്കേറി ആണ്. അതേപോലെ നമുക്ക് വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ്. പിന്നെ ഈ മെക്കാനിസം ഒക്കെ ഭയങ്കര പഴയ മെക്കാനിസം, ഈ കപ്പിയും കയറും പരിപാടിയാണ്. അപ്പൊ അത് നമ്മൾ ഏതെങ്കിലുമൊക്കെ മരത്തിലാണ് ഹാങ് ചെയ്യുന്നത്. മരമൊക്കെ ബലം ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. മരം പൊട്ടിയാൽ തീർന്നു. അപ്പം പിന്നെ നമ്മൾ ഇത് ഡൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൈവ് ചെയ്യുന്ന ഒരു മൊമെന്റിൽ നമ്മള് മരണത്തിലേക്ക് കൊക്കയിലേക്ക് ഡൈവ് ചെയ്യുന്ന പോലെയാണ്. നമുക്ക് അറിയത്തില്ല നമ്മൾ ഇത് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യോ ഇല്ലയെന്നൊന്നും ഒരു ഉറപ്പില്ല. അതൊക്കെ ആ ഒരു ട്രസ്റ്റ് ആണ്, ആ ഒരു വൈൽഡ് ട്രസ്റ്റ് ആണ്. അപ്പം അത്ര ആ ഒരു ലൈഫിന്റെ തന്നെ ആ ഒരു എക്സ്ട്രീം ലെവൽസ് ഓഫ് മൊമെന്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു എന്താ പറയുക ട്രഷർ എന്ന് പറയാം. എനിക്ക് തോന്നുന്നു 2006 സുഭാഷിന്റെ ഈ ഒരു ഇൻസിഡന്റിനൊക്കെ ശേഷം അവർ കുറെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഇഷ്ടം പോലെയാണ്, നിരവധിയാണ്. നമുക്കത് ട്രാക്ക് ചെയ്യാനോ ട്രേസ് ചെയ്യാനോ പറ്റത്തില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം അവർ ചെന്ന ആ സമയത്തൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടേക്കുമായിരുന്നു എന്നല്ല. നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ നേരത്ത് അത്രയ്ക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടിലേക്കൊക്കെ പോയിട്ടാണോ നമ്മൾ സിനിമയുടെ ആ രംഗങ്ങളൊക്കെ എടുത്തത്? അതെ, കാര്യം അതല്ലാതെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നു. കാര്യം ആ ഒരു ലൊക്കേഷനാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അല്ലെങ്കിൽ നമ്മൾ മുകളിൽ പോയി കുറച്ചു നേരം മാറി സേഫ് ആയ സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുക എന്നുള്ള അല്ലാതൊരു എന്നൊരു ഓപ്ഷനിൽ അത് വർക്ക് ചെയ്തില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അത് അടഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു, അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ ചില സ്പെഷ്യൽ പെർമിഷൻസിന്റെ ഒരു ഭാഗമായിട്ടാണ് അവര് ഒരാഴ്ചത്തേക്ക് അത് തുറന്നു തന്നത്. ജെയിൻ സിനിമയിലേക്ക് വരുന്നത് ഒരു ഫ്രഷർ ആയിട്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ലോകത്തിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ഇത്രയും ഒരു എന്താ പറയുക റിസ്ക് ഒക്കെ എടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു തീരുമാനം എടുക്കാനായിട്ട് സമയം വേണ്ടി വന്നു. അത് എന്റെ ഒരു ലൈഫിന്റെ ജേർണി ആയിട്ട് വെച്ച് നോക്കുമ്പം ലൈഫ് ഓൾറെഡി അഡ്വഞ്ചറസ് ആയിരുന്നു. പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ടാർഗറ്റ്, ജീവിതത്തിൽ ഒരു ഗോള് വെച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ ആയിരുന്നില്ല. ലൈഫിനൊരു ഫ്ലോ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്ലോ നമ്മളെ പല സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോഴും എനിക്കിത് വിശ്വാസമായിരുന്നില്ല, ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുകയാണോ എന്നുള്ളത് എനിക്ക് തന്നെ അവിശ്വസനീയമായിരുന്നു. പക്ഷെ അവർ 1 വർഷത്തെ സമയം തന്നു. അവർ പറഞ്ഞെന്താന്ന് വെച്ചാല് നീ ഇതിനുവേണ്ടി എക്യുപ്ഡ് ആവണം. കാര്യം അത്തരത്തിലുള്ള ഒരു ഫിസിക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്തെങ്കിൽ ഓഡിയൻസ് ഇത് വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്യാരക്ടറിനെ അവസാനം വന്ന് കൺഫ്രണ്ട് ചെയ്യുന്ന വില്ലൻ എന്ന് പറയുന്നത് അത് അത്രയും എക്യുപ്ഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല.
അതുകൊണ്ട് നീ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുന്ന പറഞ്ഞു. ഈ പറഞ്ഞൊരു ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞൊരു അപ്രോച്ച് ഉണ്ട്. കാര്യം അതെന്താ വെച്ചാൽ എല്ലാം പെർഫെക്റ്റ് ആയി പ്രൊഫഷണൽ ആയിട്ട് അതിന് സമീപിക്കുന്ന ഒരു രീതി ആയിരുന്നില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ എന്താ പറയാ, നമ്മളൊരു അൺസർട്ടനിറ്റിയിലേക്ക് എടുത്ത് ചാടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനുണ്ട്. വൺസ് യു ഡിസൈഡഡ് ടു ഡു ഇറ്റ്, പിന്നെ ഒന്നും അതിനെ കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ജസ്റ്റ് ട്രസ്റ്റ് ദ നേച്ചർ, ജസ്റ്റ് ട്രസ്റ്റ് ദ ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ട്രോങ് എലമെന്റ് ഉണ്ടായിരുന്നു. കാര്യം പിന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു പാറയും, കാര്യം 100 കണക്കിന് കുരങ്ങന്മാര് ചുറ്റും നിൽക്കുന്നു. എന്ത് സംഭവിക്കാം, ആളുകൾ മരിച്ചു വീണ ഒരു ശ്മശാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലം, അതിന്റെ ഒരു ഭയങ്കരമായ ഭീകരത, നമ്മൾ അതിനെ എംബ്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു ഭയങ്കരമായ ഒരു സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ അതിനോട് റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കേഡ് ആവും, പക്ഷെ നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്ന സമയത്ത് അത് നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ, ഓരോ മൊമെന്റുകളാണെങ്കിലും ആക്ഷൻ സീക്വൻസിലൊക്കെ എടുത്ത പല ഷോട്ടുകളാണെങ്കിലും ഹൈലി ഡേഞ്ചറസ്. ഞാൻ അതിൻ്റെ അകത്ത് പല രീതിയിലും മരണം വരെ മുന്നിൽ കണ്ട നിമിഷങ്ങളുണ്ട്. കാലൊക്കെ തെന്നിപ്പോയി താഴേക്കൊക്കെ പോകേണ്ട ചില സിറ്റുവേഷൻസ് ഒക്കെ അതിന്റെ അകത്തൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊന്നും നമുക്ക് പിന്നീട് ഭയമായിട്ട് അടുത്ത ഷോട്ട് ചെയ്യാൻ നമുക്ക് അതൊരു പേടിയായിട്ട് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ചിത്രീകരണം നടന്നുകൊണ്ടിരുന്നത് ലാലേട്ടന്റെ കൂടെയുള്ള സീൻസിലായിരുന്നു അല്ലെ? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തത്? ലാലേട്ടനുമായിട്ടുള്ള കണക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകേണ്ടി വരും. അതായത് നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയി. കാര്യം ഞാൻ ഒന്നിനും കോമ്പിറ്റന്റ് അല്ല, ഒരു ബിലോ ആവറേജ് ചൈൽഡ്. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ യോധ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ അകത്ത് ഈ കുട്ടി ലാമ അതുപോലെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് സംബഡി ഈസ് കമ്മിങ് ടു സേവ് ഹിം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആണ് ലാലേട്ടൻ. ഈ ഒരു സാധനം എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഞാൻ എപ്പോഴും ഈ ഒരു കുട്ടിയുടെ സ്ഥാനത്ത് എന്നെയും മോഹൻലാൽ എന്ന് പറയുന്ന ആള് someone who will be there to save you എന്ന് പറയുന്ന ഒരു എലിമെന്റ് എന്നെ ഇങ്ങനെ ഭയങ്കര, നമുക്കറിയാം അതിലൊന്നും കാര്യമൊന്നുമില്ല, ആളുകൾ എപ്പോഴും ഇറ്റ്സ് നോട്ട് റിയലിസ്റ്റിക്, പക്ഷെ ഞാൻ അതിൽ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് ഈ ഒരു സിനിമ സംഭവിക്കുമ്പോഴാണ് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നത്. റിയലി ഹി ഡിഡ് ദാറ്റ് റോൾ, ഹി കെയിം ദേർ ആൻഡ് ഹി സേവ്ഡ് മീ ഫ്രം എ വെരി ക്രൂഷ്യൽ സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ പല ആംഗിളുകളിൽ നിന്ന് അവർക്ക് പോലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് വരികയും ഞാൻ ആയിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ഇതിന്റെ അവസാന നിമിഷം എന്നുള്ള ഈ റോൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു സാഹചര്യം വരെ വന്നു. ആ ഒരു സമയത്ത് ലാലേട്ടനാണ് പറഞ്ഞത് അവൻ മതി, അവൻ ചെയ്യട്ടെ, അവൻ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞൊരു ഡിസിഷൻ പുള്ളി ആദ്യം എടുത്തു. പുള്ളി എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു, ഒരു കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ പുള്ളി ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേ. എന്റെ ക്യാരക്ടർ ശരിക്കും പിന്നെ കൊക്കയിലേക്ക് വീണ് മരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ലാലേട്ടൻ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററോട് പറഞ്ഞു, ബെഗ് ചെയ്ത് നമുക്ക് ഇതിന്റെ അകത്ത് ചെറിയൊരു ചേഞ്ചസ് വരുത്താൻ പറ്റുമോ, കാര്യം അവനെ നമുക്ക് കൊല്ലണോ, വി കൻ ഗിവ് ഹിം എ ചാൻസ്, ലെറ്റ് ഹിം ലിവ്. അതൊരു ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആണ്. ഇപ്പൊ ഞാൻ നോക്കി കാണുമ്പോൾ ഒരു സിനിമയിൽ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ഒരു ഫാന്റസി, ഒരു റിയാലിറ്റി അത് ഭയങ്കരമായിട്ട് അത് സംഭവിച്ചു, അല്ലെങ്കിൽ അത് ഭയങ്കര റിയൽ ആയി എന്നുള്ള ഒരു സംഗതിയാണ് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഹി സേവ്ഡ് മീ റിയലി. ഷിക്കാർ മൂവിക്ക് ശേഷം ഇപ്പോ ജെയിൻ ചെയ്ത പ്രൊജക്ടുകൾ ഏതൊക്കെയായിരുന്നു? പിന്നെ ഞാൻ സിനിമകൾ ചെയ്തു. ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ റൈറ്ററും ഡയറക്ടറും അവര് നമ്മളെ സംബന്ധിച്ചിട്ട് അത്ര അവര് അന്നൊരു സ്നേഹവും കരുതലും. അവരുടെ രണ്ടാമത്തെ വേറൊരു സിനിമ 2014 ജലം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അവരെന്നെ മെയിൽ ലീഡ് റോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഞാനൊന്നുമല്ലായിരുന്നിട്ടും ആ ഒരു സ്നേഹവും കരുതലൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവരെന്നെ വിളിക്കുകയും അതിൽ ആ ഒരു റോള് ഞാൻ ചെയ്യുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഡോൺ പാലക്കാട് നമ്മുടെ സുഹൃത്തിന്റെ ഒരു ഫീച്ചർ ലെങ്ത് വിത്ത് എന്ന് പറഞ്ഞ സിനിമയില് അതൊരു മെയിൻ ലീഡ് റോള് ചെയ്തു. ഇങ്ങനെ 3 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫീച്ചർ ലെങ്ത് സിനിമകൾ. ഷോർട്ട് ഫിലിംസ് ഒക്കെ അല്ലാതെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ നാടകമായിരുന്നു നമ്മുടെ ഒരു മേഖല. അപ്പൊ ഇനിയും സിനിമയുടെ ആഗ്രഹങ്ങളും അതുപോലെ ആ ഒരു പാഷനൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് വെച്ചിട്ട് പാഷനൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇതിനോടെല്ലാം ഓപ്പണാണ്. അതെ, എന്തെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മൾ അതിനോടെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് സമീപിക്കുന്നത്. അപ്പോ ആ ഒരു പാഷനിലേക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.